ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിഗ്നേച്ചർ ഫ്ലേവേഴ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. പലതരത്തിലുള്ള ബിരിയാണികൾ നമ്മൾ കഴിച്ചവരായിരിക്കാം, ഉണ്ടാക്കിയവരായിരിക്കാം. അപ്പോൾ ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ആദ്യം 1/2 കിലോ ചിക്കനാണ് എടുത്തത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് തൈര്, 1/2 ടേബിൾ സ്പൂണ് ഉപ്പ്, 1/4 ടേബിൾ സ്പൂണ് ഗരം മസാല ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഇത് ചിക്കൻ മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയാണിത്. മാരിനേഷന് വേണ്ടി 10 മിനിറ്റോ മിനിമം വെക്കണം, അല്ലെങ്കിൽ 2 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഇതൊരു 3 പേർക്ക് സെർവ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ. അതിനുവേണ്ടി 2 കപ്പ് ജീരകശാല റൈസാണ് എടുത്തത്. നല്ലോണം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്തിട്ട് വെക്കണം. ഒരു 10 മിനിറ്റ് കുതിർക്കാൻ വേണ്ടി വെക്കണം. വെള്ളത്തിലിട്ട് അരി വെക്കരുത്. വെള്ളത്തിലിട്ട് അരി വെച്ചാൽ വേകുന്ന ടൈമിൽ അരിയൊക്കെ ബ്രേക്ക് ആകും. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിന് 2 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചി എടുക്കണം, 6 വലിയ മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി, ഒരു 15 ചെറിയ ഉള്ളി, 5 ഗ്രീൻ ചില്ലീസ്, പച്ചമുളക്, 1/2 ടീസ്പൂണ് ജീരകം, 3/4 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂണ് പെപ്പറും ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഇനി ഒരു പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്, ഒരു 250 ml. ഇത് ഞാൻ സവാള വറുത്തെടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിക്കണം. ഒരു 3 മീഡിയം സൈസിലുള്ള സവാളയാണ് ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്താണ് എടുത്തത്. കണ്ടില്ലേ, നൈസായിട്ടാണ് അരിഞ്ഞത്. ഇതാണ് നമ്മൾ പാർട്ടായിട്ട് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഗോൾഡൻ കളറാക്കി എടുക്കണം. ഇത് ഫസ്റ്റത്തെ ട്രിപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യണം എന്തിനാന്ന് പറഞ്ഞാൽ എന്നാലാണ് എല്ലായിടത്തും ഒരേ ലെവലിൽ കുക്കാവുള്ളൂ. ഈ കളറിൽ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. സിമ്മിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ ഓവറായിട്ട് കുക്കാകും. ഇനി നെക്സ്റ്റ് ട്രിപ്പ് ബാക്കിയുള്ള സവാളം കൂടി റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടാം. അതും ഇതേമാതിരി ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ച ഈ സവാള ഉണ്ടല്ലോ, റോസ്റ്റ് ചെയ്ത സവാള കൂട്ടിയിടരുത്, ഒന്ന് അടർത്തിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ആ ചൂടിൽ കിടന്നിട്ട് വീണ്ടും അത് കുക്കാകും. അപ്പോൾ അത് ബ്രൗൺ കളറുള്ളത് ബ്ലാക്ക് കളർക്ക് മാറും, കരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ അടർത്തിട്ട് കൊടുക്കണം, അപ്പോഴാണ് ക്രിസ്പി ടെക്സ്ചർക്ക് മാറുള്ളൂ. ഇപ്പോൾ നമ്മളെ സവാള റോസ്റ്റായി വരുന്നുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ഇങ്ങനെ ഫസ്റ്റ് തന്നെ റോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ എണ്ണ നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇവിടെ ഞാൻ 2 ചട്ടിയാണ് എടുത്തത്. ഒന്ന് ബിരിയാണി വെക്കാനുള്ള ചട്ടിയും, ഒന്ന് കാഷ്യൂസ്, ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. അതിനുള്ളൊരു പാനും വെച്ചിട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ച എണ്ണ തന്നെയാണ് ഇടുന്നത്. ഇവിടെ 2 കയ്യിൽ ഈ ഓയിലാണ് ഞാൻ ആഡ് ചെയ്തത്. വെളിച്ചെണ്ണ അല്ല, സൺഫ്ലവറാണ് ഞാൻ എടുത്തത്. ഇനി ആവശ്യത്തിന് കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനിലാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കാഷ്യൂസും മുന്തിരിയൊക്കെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഈ ടൈമിൽ ബിരിയാണീൻ്റെ മസാലയ്ക്ക് സ്പൈസസ് ആഡ് ചെയ്യണം. 3 ഗ്രാമ്പു, 2 ഏലക്കായി, 1 പട്ട, 1 ബേ ലീവ്സാണ് ഇട്ടത്. ഇപ്പം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കാഷ്യൂസ്. ഈ ടൈമിൽ മുന്തിരി ഇട്ട് കൊടുക്കണം. ഉണക്ക മുന്തിരി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേ ലെവലിൽ എത്തൂല. ഒരു ഭാഗത്ത് മാത്രം കൂടുതൽ ബ്രൗൺ കളറാകും. ഇപ്പം നമ്മളെ കാഷ്യൂസും ഇത് കറക്റ്റ് വേവ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി എടുക്കാവുന്നതാണ് ഈ ടൈമിൽ. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് മസാലയാണ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ഇനി
ഇത് ഞാനൊരു 3 ടേബിൾ സ്പൂണ് മസാലയാണ് നമുക്ക് കിട്ടിയത്. അതൊരു 2.5 ടേബിൾ സ്പൂൺ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ ബിരിയാണി റൈസ് കുക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആവശ്യമുണ്ട്. ഇത് മാറ്റി വെക്കണം. ഇത് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ റോ ഫ്ലേവർ പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ടൈമിൽ നമുക്ക് ചോറ് വേവിക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. സ്പൈസസ് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഇതേമാതിരി 3 ഏലക്ക, ഒരു പട്ട, ഒരു ബേ ലീവ്സാണ് എടുത്തത്. ഇതൊന്ന് ചൂടാവുന്ന ടൈമിൽ നെയ്യ് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. ഈ ടൈമിൽ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തത്. അത് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണം. മാറ്റി വെച്ച ഈ 3/4 ടേബിൾ സ്പൂണ് അരപ്പുണ്ടല്ലോ, അതും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഓനിയൻ റോസ്റ്റ് ഇല്ലേ, അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം അതും ഈ റൈസ് കുക്ക് ചെയ്യുന്നതിലേക്ക് ഇടാവുന്നതാണ്. ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഇങ്ങനെ ആഡ് ചെയ്യുന്ന ടൈമിൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമുക്ക് കിട്ടുക റൈസിന്. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഉപ്പ് കൂടി പോകരുത്, നമുക്ക് കുറച്ചായിട്ട് ഉപ്പിട്ടാൽ മതി. കൂടിയാൽ നമുക്ക് കുറക്കാൻ കഴിയൂല. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. ഇവിടെ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തത്. 15 മിനിറ്റിൽ തന്നെ നമ്മൾ അരി കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 1.5 കപ്പ് വെള്ളം എടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. ഇവിടെ ഈ മസാലയ്ക്ക് ഉപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യണം. ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ചേർത്താൽ മതി. ഇനി പുതിയില, മല്ലിയില ഇതൊക്കെ ചേർക്കണം, മിക്സ് ചെയ്യണം. ഇനി മാരിനേഷൻ ചെയ്ത് വെച്ച ചിക്കനാണ് അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത്. ഇങ്ങനെ മാരിനേഷൻ ചെയ്യുമ്പോഴാണ് കേട്ടോ ആ ചിക്കൻ്റെ മസാലയൊക്കെ നല്ലോണം ചിക്കൻ്റെ ഉള്ളിലേക്ക് കയറുള്ളൂ. മാരിനേഷൻ നിർബന്ധമാണ്. മിനിമം ഒരു 10 മിനിറ്റെങ്കിലും മാരിനേഷൻ ചെയ്യണം. ഓവർനൈറ്റോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ചെയ്താൽ ബെസ്റ്റാണ്. ഇനി ഇത് സിമ്മിലിട്ട് മൂടി വെച്ച് വേവിക്കാവുന്നതാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. ഈ ടൈമിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ കുതിർത്ത അരി നമുക്ക് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യാം. ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് എപ്പോഴും 1 ഇഞ്ച് കൂടി നിൽക്കുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പൊക്കെ ഓരോരുത്തരെ കണക്കാണ് കേട്ടോ, കൂടി പോകരുത്. ഇനി സിമ്മിലിട്ട് മൂടി വെക്കണം. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ അരി വെന്ത് കിട്ടും. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് മസാല റെഡിയാക്കണം. ബിരിയാണീൻ്റെ മസാല റെഡിയാക്കണം. അതിനുവേണ്ടി 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇവിടെ ഫസ്റ്റ് ഇടാൻ പോകുന്നത്. ഒരു 3/4 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മുളക് പൊടിയൊക്കെ നമ്മളെ എരിവിനനുസരിച്ചാണ് നമ്മൾ ഇടേണ്ടത്. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇടാവുന്നതാണ്. ഇവിടെ 3/4 ടേബിൾ സ്പൂണാണ് എടുത്തത്. ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇവിടെ കൂടുതൽ എരിവ് ഇടാറില്ല നമ്മൾ. ഇനി 1/2 ടീസ്പൂണ് ഗരം മസാലയും ചേർത്തിട്ട് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ച സവാള ഇല്ലേ, അത് നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് ഫുള്ള് മൊത്തമായിട്ട് ഇടരുത്. അത് കുറച്ച് നമുക്ക് ഡെക്കറേഷനിൽ ദമ്മിടുന്ന ടൈമിൽ ആവശ്യമുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ നല്ലോണം പൊടിച്ചിട്ട് ഇതിലേക്ക് ഇടണം.
അപ്പോൾ നമ്മൾ തൈര് ഇട്ടിട്ടില്ല. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ഇടാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. നമ്മളിവിടെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഓൾറെഡി ഇട്ടാണ്. കൂടുതലായാൽ ഭയങ്കര പുളി വരും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കറക്റ്റാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ടൈമിൽ നമ്മൾ കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കണം. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കട്ടോ. ഞാൻ അവിടെ കുക്കറാണ് എടുത്തത്. വെള്ളം വറ്റിയിട്ടില്ല. അപ്പോൾ ഇനി ഒന്ന് സിമ്മിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിക്കണം. മസാല നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. ഉപ്പില്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സിമ്മിലിട്ടിട്ട് വേവിക്കണം. ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. വെള്ളം ചിക്കൻ തന്നെ വരും. സിമ്മിലിട്ടാൽ മതി. ഇപ്പം കുക്കർ തുറന്ന് നോക്കിയാൽ വെള്ളം വറ്റിയിട്ടില്ല. ഇനിയും വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് സിമ്മിലിട്ടിട്ട് മൂടി വെക്കണം. ഇപ്പം നോക്കിയാൽ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് മൂടി വെക്കാം. വേറെ അടുപ്പിക്ക് മാറ്റി വെച്ച് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഈ ചൂടിൽ കിടന്നിട്ട് ഒന്നുകൂടി ഒന്ന് റൈസ് കുക്കാകും. ഈ ടൈമിൽ നമ്മൾ മാറ്റി വെച്ച റോസ്റ്റ് ചെയ്ത സവാള, പുതിന, മല്ലിയില, കാഷ്യൂസ്, റൈസിൻസ്, കറിവേപ്പില, ഇതൊക്കെ ഗരം മസാല ഒക്കെ ചേർത്തിട്ട് ഇതൊരു മിക്സാണ്. ഇതാണ് നമ്മൾ ദമ്മിൻ്റെ മേലിടാനും അതേപോലെ ബിരിയാണി മസാലയിലൊക്കെ ചേർക്കുന്നത് ഈ മിക്സാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സ്പെഷ്യലാണ്. നല്ല അടിപൊളിയാണ്. ഇതിങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങളെല്ലാവരും. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ നോക്കി നമ്മൾ 10 മിനിറ്റിന് ശേഷം നമ്മൾ ചിക്കനൊക്കെ നല്ല കുക്കായിട്ടുണ്ട്. ഇതിന് വെള്ളമൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച പുതിന മല്ലിയിലേൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് പകുതി നമുക്ക് ഇതിലിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ദമ്മിടാം. നമുക്ക് ഇനി ഇതിൻ്റെ മേലെ നമ്മളെ റൈസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് തീ ഓഫ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ദമ്മിടാം. ഇപ്പം കണ്ടില്ലേ, ചോറ് നല്ലോണം വെന്തിട്ടുണ്ട്. ഒരു 90% കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അതാണ് നമ്മൾ മൂടി വെച്ച് ആ ചൂടിൽ തന്നെ കിടന്നാൽ വെന്തോളും. അരിയൊക്കെ നല്ലോണം വെന്തോളും. പേടിക്കണ്ട. 1.5 കപ്പ് തന്നെ കറക്റ്റായിട്ട് മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും നമുക്ക് ബിരിയാണി ഉണ്ടാക്കാവുന്നതാണ്. ഇതേമാതിരി ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ചോറ് ഇതിൻ്റെ മേലെ ഇടുന്ന ടൈമിൽ, മസാലേൻ്റെ മേലെ ഇടുന്ന ടൈമിൽ നമ്മൾ പ്രസ് ചെയ്യരുത്. പ്രസ് ചെയ്താൽ നമ്മൾ ദമ്മിടുന്ന ടൈമിൽ സ്റ്റീം കറക്റ്റായിട്ട് മേലോട്ട് വരില്ല. അപ്പോൾ ഇങ്ങനെ ഇട്ടിങ്ങനെ കൊടുത്താൽ മതി. ഇതേ ലെവലിൽ ഇതേ ലെവലിൽ വെക്കണം. പ്രസ് ചെയ്യിപ്പിക്കരുത്. ഇനി ബാക്കിയുള്ള ഈ മല്ലിയില പുതിനലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് മൂടി വെക്കാവുന്നതാണ്. ഇങ്ങനെ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം സിമ്മിലിട്ട് വേവിക്കണം. നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്ത് ഒരു 3/4 മണിക്കൂറെങ്കിലും മിനിമം വെച്ചതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് അത് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. ഇപ്പോൾ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ബിരിയാണീൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ദമ്മിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നോക്കി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അരിയൊക്കെ കണ്ടില്ലേ, വേറിട്ട നിൽക്കണ്, ഒറ്റയ്ക്ക് ഇങ്ങ് നിൽക്കണ കണ്ടില്ലേ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വേവ്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ലെവലിൽ വന്നിട്ടുണ്ട്. അതിലേറെ ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ബിരിയാണി ട്രൈ ചെയ്താൽ ഈ ബിരിയാണി മാത്രമേ നിങ്ങളെല്ലാവരും ഉണ്ടാക്കുകയുള്ളൂ. സിമ്പിളുമാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.